കർക്കിടക മാസത്തിലെ ഈ ഒരു പുണ്യദിനത്തിൽ പത്തനംതിട്ട ജില്ലയുടെ ആ ഒരു ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാരണം നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നൊരു വിഷയമുണ്ട്. വയനാട് ജില്ലയിലെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ തല്ലിക്കൊന്ന സംഭവം. തല്ലിക്കൊല്ലുമ്പോൾ 18 പേരായിരുന്നു പ്രതികൾ. പക്ഷെ 130 പേര് നോക്കി നിൽക്കാനുണ്ടായിരുന്നു. അപ്പൊ ടോട്ടൽ പ്രതികൾ എത്രയാണ്? 148ആണ്. ആപത്തിലൊറ്റയ്ക്കു നിൽക്കുന്ന ഒരുത്തന്റെ കൂടെ കരുത്തിന്റെ കൂട്ടാവുക. ഇത് രാമായണം നമുക്ക് നൽകുന്ന സന്ദേശമാണ്. സീതാദേവിയെ മുമ്പ് പരിചയമുണ്ടായിരുന്നില്ല ജടായുവിന്. എന്നാൽ കേവലം ഒരു പക്ഷിയായ ജടായു രാവണനിൽ നിന്നും സീതയെ രക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ കൊടുത്തു. ഇത് അതുല്യമായ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. നമ്മൾ ധർമ്മത്തെ സംരക്ഷിക്കണം എന്ന് എപ്പോഴും പറയുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ സംസ്കാരം ധർമ്മത്തെ സംരക്ഷിക്കുന്നതാണ്. ധർമ്മത്തെ സംരക്ഷിക്കുവാൻ എന്തൊക്കെ കൊടുക്കണമെന്നാണ് ചോദ്യം. നമ്മുടെ പൂർവികന്മാർ അയോധ്യയിലെ രാമക്ഷേത്രം തിരിച്ചു കിട്ടാൻ വേണ്ടി 3 ലക്ഷം ആളുകൾ ജീവൻ കൊടുത്തു. 77 യുദ്ധങ്ങൾ നടത്തി. അപ്പൊ എന്റെ ധർമ്മത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയെ ഞാൻ ഏറ്റെടുത്താൽ ചിലപ്പോൾ ജീവൻ കൊടുക്കേണ്ടി വരും. കൺമുന്നിൽ കാണുന്ന അനീതിയോട് ജടായു എന്ന പക്ഷിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു അക്രമി വന്നിട്ട് ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ വലിയ അപകടങ്ങളാണ് ഈ പറയുന്ന പുഷ്പക വിമാനത്തിന് ജടായു വരുത്തുന്നത്. അവസാനം ചന്ദ്രഹാസം എടുത്തുകൊണ്ട് 2 ചിറകുകളും അരിഞ്ഞു കളയുന്നു രാവണൻ. എന്നിട്ട് രാമനെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചതിനു ശേഷമാണ് ജടായു മരിക്കുന്നത്. ഈ ജടായുവിനെ രാമൻ സംസ്കരിക്കുന്നത് ഒരു മനുഷ്യനോട് ചെയ്യുന്ന സകല ബഹുമാനങ്ങളും കാണിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പൊ അവിടെയാണ് രാമനും ജടായുവും എല്ലാം നമുക്ക് നൽകുന്ന സന്ദേശം. രാമായണത്തിന്റെ ആ പറയുന്ന പാരസ്പര്യമാണ്. നിങ്ങൾ കാട്ടിൽ മുനിമാർക്കൊപ്പം നമ്മൾ കേട്ടിട്ടുണ്ട്, സിംഹമൊക്കെ മുനിമാരുടെ കാൽക്കീഴിൽ വന്നിരിക്കും. ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതൊക്കെ കഥകളിൽ പറയുന്നതല്ലേ എന്ന്. ഒരിക്കലുമല്ല. സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചു കിട്ടും, വെറുപ്പ് കൊടുത്താൽ വെറുപ്പ് തിരിച്ചു കിട്ടും. അപ്പൊ നമ്മുടെ കയ്യിലുള്ളതാണ് നമ്മൾ കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്നത് നമുക്ക് എന്തായാലും തിരിച്ചു കിട്ടും. അത് വീട്ടിലായിക്കൊള്ളട്ടെ നാട്ടിലായിക്കൊള്ളട്ടെ, ഉറപ്പായിട്ടും അത് തിരിച്ചു കിട്ടും. നമ്മളൊരു പട്ടി നടന്നു പോകുന്നു, നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നു, നമ്മളൊരു ബിസ്ക്കറ്റ് നമുക്കതിന് കൊടുക്കാം. ആ ബിസ്ക്കറ്റ് കൊടുത്താലോ പിറ്റേ ദിവസവും നമ്മളെ കാണുമ്പോൾ അത് പതുക്കെ ഒന്ന് വാലാട്ടും. അന്ന് ബിസ്ക്കറ്റ് കൊടുത്താലോ ജീവിതകാലം മുഴുവൻ നമ്മളെ കാണുമ്പോൾ അത് വാലാട്ടിക്കൊണ്ടേയിരിക്കും. ഇനി ഒരു കല്ലെടുത്ത് നമുക്ക് എറിയാം. കല്ലെടുത്ത് എറിഞ്ഞാലോ ചിലപ്പോൾ നമുക്കിട്ട് പണി തന്നിട്ടേ ആ പട്ടി പോവുള്ളൂ. കാരണം നമ്മൾ സ്നേഹം കൊടുത്തപ്പോൾ ആയുഷ്കാലം മുഴുവൻ അത് സ്നേഹം നമുക്ക് തിരിച്ചു നൽകി. അൺകണ്ടീഷണൽ ലവ് ആണ്. ഒരു മൃഗം നമ്മളോട് കാണിക്കുന്ന സ്നേഹം അൺകണ്ടീഷനാണ്, ഒരു ഉപാധിയുമില്ല. നിങ്ങൾ യജമാനം പോയിട്ട് വീട്ടിലെ വളർത്തു പട്ടിയെ വലിയൊരു വടിയെടുത്ത് തല്ലിയാലൊന്നും അത് നിങ്ങളെ തിരിച്ചു കടിക്കാനൊന്നും പോകുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? യജമാനു വേണ്ടി മരിക്കാൻ വരെ അത് തയ്യാറാണ്. ആ ലവിന്റെ പേരാണ് അൺകണ്ടീഷണൽ ലവ്. എന്നാൽ മനുഷ്യനോടുള്ള ഇടപാട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. 10 നല്ല കാര്യം ചെയ്തിട്ട് 11ാമത്തെ തെറ്റായി പോയി കഴിഞ്ഞാൽ അപ്പൊ പണങ്ങും. ഇത് അതുവരെ ചെയ്ത 10 നല്ല കാര്യങ്ങളെ വിസ്മൃതിയിലാണ്ട് പോകും. അങ്ങനെയാണ് പലപ്പോഴും നന്ദികേടുകൾ കാണിക്കുന്നത് നമ്മൾ. ഇപ്പൊ നമ്മളൊരാളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് അയാളുടെ പോരായ്മകളോടുകൂടി സ്നേഹിക്കുന്നു എന്നാണ് അർത്ഥം. അല്ലാതെ നിങ്ങൾക്കിപ്പോ ഒരാളെ വിവേകാനന്ദനാക്കിയിട്ട് സ്നേഹിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അപ്പൊ അയാൾക്ക് എന്താണോ കുറച്ചിലുള്ളത്, അയാൾക്ക് എന്താണോ പോരായ്മയുള്ളത്, ആ പോരായ്മയോടുകൂടി നിങ്ങൾ സ്നേഹിക്കണം. അല്ലാതെ വിവേകാനന്ദ സ്വാമിയെ സ്നേഹിക്കാനൊന്നും ആള് വേണ്ട. നാട്ടിൽ കൊള്ളരാത്ത പോരായ്മകളുള്ള ആ വ്യക്തി അയാളുടെ പോരായ്മയോടുകൂടി സ്നേഹിക്കണം. എന്നിട്ട് നമുക്കൊപ്പം ഉയർത്തണം. നമ്മൾ പറയാറുണ്ട് ഏതൊരു വ്യക്തിയെയും ഉയർത്തുവാൻ പാതി അവന്റെ കൂടെ സഞ്ചരിക്കണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോ ഇവിടെ എല്ലാം നമ്മളെ രാമായണം പഠിപ്പിക്കുന്ന ഒരു സന്ദേശം, നിങ്ങൾക്ക് ഉയരുവാൻ നിങ്ങളുടെ ശരീരം പോലും വിഷയമല്ല. ജടായുവിനെ ഈ ത്രേതായുഗവും കഴിഞ്ഞ് ദ്വാപരയുഗവും കഴിഞ്ഞ് കലിയുഗം 5126 ഈ രാത്രി 8 മണിക്ക് നിങ്ങളും ഞാനും ചർച്ച ചെയ്യുന്നത് ഒരു പക്ഷിയെ കുറിച്ചാണ്. സ്വന്തം മുതുമുത്തച്ഛന്റെ പേര് ഓർമ്മയുണ്ടോ നമുക്ക് ആർക്കെങ്കിലും? സ്വന്തം ജന്മത്തിന് കാരണക്കാരനായ 2 തലമുറ മുമ്പുള്ള മുതുമുത്തച്ഛന്റെ പേര് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. അച്ഛന്റെ പേരറിയാം, അച്ഛന്റെ പേരറിയാം, മൂപ്പരുടെ അച്ഛന്റെ പേര് എനിക്കറിയില്ല. പക്ഷെ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് 10,000 വർഷങ്ങൾക്ക് മുമ്പ് രാവണൻ ചിറകരിഞ്ഞപ്പോൾ അതിനുശേഷം മരിച്ചു പോയ ഒരു പക്ഷിയെ കുറിച്ചാണ്. ഒരു പക്ഷി പോലും നമ്മുടെ ചിന്തകളിൽ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ എന്താണ് ആ പക്ഷിയുടെ പ്രത്യേകത? ജടായുവിനെ പോലെയുള്ള എത്ര പക്ഷികൾ അന്നുണ്ടാവാം?
പക്ഷെ എന്താണ് ജഡായു മരിക്കാത്തത്? ജഡായു ശരീരം നിങ്ങൾ ഞാനും മരിക്കും, നമ്മളെല്ലാവരും മരിക്കും. പക്ഷെ ആ ശരീരം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ക്ഷയിക്കുന്നത് എന്നാണ്. അപ്പൊ എന്നിട്ടും ജഡായു മരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ജഡായുവിന്റെ കർമ്മമാണ്. അപ്പൊ അങ്ങനെ അടയാളപ്പെടുത്തുക എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെയാണ് രാമൻ നമുക്ക് വ്യത്യസ്തനാകുന്നത്. ഈ രാമന്റെ ഉപദേശങ്ങളെ കുറിച്ച് പ്രഭാഷക വളരെ മനോഹരമായിട്ട് സംസാരിച്ചു. അപ്പോൾ വത്സ സൗമിത്രേ കുമാരാ നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നോക്കൂ, ഒരു ഇൻട്രൊഡക്ഷനാണ് അത്. ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഒരു മുഖവുര. ഞാൻ നിന്നോട് കുറെ കാര്യങ്ങളൊക്കെ പറയാൻ പോവുകയാണ്, പക്ഷെ നിന്റെ ഉള്ളിൽ ഇപ്പൊ ക്ഷോഭത്താലാണ്. വെറുപ്പ് പിടിക്കുന്ന സമയത്ത് നമ്മൾ ഒരു തീരുമാനം എടുക്കരുത്. വെറുപ്പൊക്കെ പിടിക്കും, ദിവസം രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നവരെ വീട്ടിലൊക്കെ ധാരാളം വെറുപ്പൊക്കെ പിടിക്കും. പക്ഷേ ഒരു തീരുമാനം എടുത്തു കളയരുത്. ഈ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയില് കൊച്ചിൻ അനീഫ ബിരിയാണിയിൽ ഒപ്പ് കുറഞ്ഞു പോയിട്ട് ഭാര്യയെ മൊഴി ചൊല്ലുന്നുണ്ട്. അപ്പൊ ഇസ്ലാം മത വിശ്വാസപ്രകാരം ഭാര്യയെ മൊഴി ചൊല്ലിയാൽ ഉപേക്ഷിച്ചാൽ മറ്റൊരു പുരുഷൻ കെട്ടിയിട്ട് അയാളെ ആ സ്ത്രീയെ ഉപേക്ഷിക്കണം. വല്ലാത്ത വിചിത്രമായ ഒരു ഇതാണ്. ഏക സിവിൽ കോഡൊക്കെ വേണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അകാരണമായ ഒരു സംശയത്തിന്റെ പേരിൽ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെ തിരിച്ച് ജീവിതത്തിലേക്ക് എടുക്കുവാൻ ഹിന്ദുക്കളായ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ഭാര്യയ്ക്ക് സമ്മതം ഉണ്ടോ ഇല്ലോ എന്ന് മാത്രം ചോദിച്ചാൽ മതി. പക്ഷെ ഇസ്ലാമിൽ പോരാ, വേറൊരാൾ കെട്ടി മൊഴി ചൊല്ലണം. അങ്ങനെ മൊയ്തുട്ടാജിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു, മൊയ്തുട്ടാജിയെ വിട്ടുകൊടുത്തൂല്ല. ആ പ്രോബ്ലം വളരെ രസകരമായിട്ട് ആരവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു നേരത്തെ കോപത്തിലുണ്ടായ ആ തീരുമാനം തെറ്റായിരുന്നു. അതുകൊണ്ട് ക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് തീരുമാനം എടുക്കരുത്. സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും കാമത്തിന്റെയും ആധിക്യത്തിൽ വാക്കൊന്നും കൊടുക്കരുത്. ദശരഥ മഹാരാജാവിന് മരിക്കേണ്ടി വന്നു. സ്നേഹത്തിന്റെ ആധിക്യത്തിൽ കൈകേയിക്ക് കൊടുത്ത ഒരു വാക്കിന്റെ പേരിൽ ദശരഥ മഹാരാജാവിന് ഹൃദയം പൊട്ടി മരിക്കേണ്ടി വന്നു. അപ്പൊ കാമമോ പ്രണയമോ സ്നേഹമോ വർദ്ധിക്കുമ്പോൾ വാക്ക് കൊടുക്കരുത്. ക്രോധം വർദ്ധിക്കുമ്പോൾ തീരുമാനം എടുക്കരുത്. ഇത് നമ്മുടെ ജീവിതത്തിലും ബാധകമാണ്. ക്രോധം വരാതെ, പ്രേമം വരാതെ, സ്നേഹം വരാതെ ഒന്നും മനുഷ്യൻ ജീവിക്കാൻ സാധ്യത. ഇതൊക്കെ നമ്മുടെ വൈകാരിക ഭാവങ്ങൾ തന്നെയാണ്. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗവുമാണ്. പക്ഷെ ഇവിടെയെല്ലാം നമ്മളെ രാമായണം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം കൈകേയി മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ അനുഗ്രഹത്തിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ എൻ്റെ ഭർത്താവിന്റെ കൂടെ തേരാളിയായിട്ട് പ്രവർത്തിച്ചു, അതെന്റെ കടമ മാത്രമാണ് എന്ന്. ഇപ്പം ഭാര്യയും ഭർത്താവും കൂടി വീട്ടിലൊരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് കൂലിയുണ്ടോ? ഇല്ലല്ലോ. രണ്ടുപേരും ഒന്നിച്ചാണല്ലോ ആ കുടുംബത്തെ ഉയർത്തേണ്ടത്. അപ്പോൾ ദശരഥ മഹാരാജ് ചുമ്മാ നിർബന്ധിച്ചാണ്. അങ്ങനെയല്ല, വരം ചോദിക്കൂ. അങ്ങനെയാണ് കൈകേയിയുടെ ഉള്ളിൽ എവിടെയോ കിടന്നൊരു ദുഷ്ട മനസ്സ് ഓർമ്മപ്പെടുത്തി അത് പെൻഡിങ് വെച്ചേക്കും, അത് സൂക്ഷിച്ചു വെക്കൂ. എന്നിട്ട് കൈകേയി ചോദിക്കുന്നുണ്ട്, അങ്ങ് വാക്കു മാറുമോ? അപ്പോൾ അദ്ദേഹം ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. ആര്? ദശരഥൻ. ഇക്ഷ്വാകു വംശത്തിലെ രാജാക്കന്മാര് വാക്ക് മാറണമെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വാക്കൊന്നും മാറിയില്ല. അദ്ദേഹത്തിന് ശേഷമായിരിക്കാൻ ചിലപ്പോൾ മുദ്ര പേപ്പറൊക്കെ വന്നിട്ടുണ്ടാവും, ആളുകൾ വാക്ക് മാറാൻ തുടങ്ങിയതിന് ശേഷം. അപ്പോൾ അവിടെയാണ് നമുക്ക് രാമായണം ഒരുപാട് സന്ദേശം നൽകുമ്പോൾ ലക്ഷ്മണന് കൊടുക്കുന്ന ഈ ഉപദേശം തുടങ്ങുന്നത് തന്നെ ലക്ഷ്മണനോട് പറയുന്നു, വത്സ സൗമിത്രേ കുമാര, അമ്മയുടെ പേരിൽ അഭിസംബോധന ചെയ്യുന്നു. ഈ ഗീതയിൽ ഭഗവാൻ അങ്ങനെയാണ് പറയുന്നത്. ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ, എന്റെ പാർത്ഥ, പൃഥ്വിയുടെ പുത്ര, കുന്തിയുടെ പുത്ര, നീ ആണിനും പെണ്ണിനും ചേരാത്ത മാനസിക ഭാവത്തെ പ്രാപിക്കരുത് എന്ന് പറയുന്ന അതേ ശ്രീകൃഷ്ണൻ അർജുനന് കൊടുക്കുന്ന അതേ മോഡൽ ഉപദേശം തന്നെയാണ് പിന്നെ ശ്രീരാമൻ ലക്ഷ്മണന് കൊടുക്കുന്നത്. വത്സ സൗമിത്രേ കുമാര, സുമിത്രയുടെ മകനെ നീ കേൾക്കുക, നിന്റെ ഉള്ളിൽ ആധിക്യത്തിൽ വന്നിരിക്കുന്ന ഈ കോപാഗ്നി. അപ്പൊ കോപത്തെ കുറിച്ച് ഗീതയിൽ ഭഗവാൻ പറയും, ക്രോധാത് ഭവതി സമ്മോഹ, ക്രോധത്തിൽ നിന്ന് അറിവില്ലായ്മ, സമ്മോഹാത് സ്മൃതി വിഭ്രമ, അറിവില്ലായ്മയിൽ നിന്ന് ഓർമ്മക്കുറവ്, സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശം, ഓർമ്മക്കുറവിൽ നിന്ന് ബുദ്ധിനാശം, ബുദ്ധിനാശാത് പ്രണശ്യതി, ബുദ്ധിനാശത്തിൽ നിന്ന് സർവനാശം എന്ന് പറയുന്നത് പോലെ കൃത്യമായ ഉപദേശങ്ങളാണ് നമ്മുടെ രാമനും കൃഷ്ണനുമെല്ലാം നമുക്ക് നൽകിയത്. അപ്പൊ അവരുടെ ജീവിതമാണ് അവരുടെ സന്ദേശം. അങ്ങനെയാണ് രാമൻ ശ്രീരാമനാകുന്നത്, കൃഷ്ണൻ ശ്രീകൃഷ്ണനാകുന്നത്. ഇപ്പോഴും ആ പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? സുധാമണി അമൃതാനന്ദമയി ദേവിയാകുന്നു. 100 വർഷം മുമ്പ് നാണുവാശാൻ ശ്രീനാരായണ ഗുരുദേവനാകുന്നു. കർമ്മം കൊണ്ട് ആർക്കും ദേവനായി തീരാം. സൂര്യപ്രകാശത്തിന് പക്ഷഭേദമില്ലാതെ മണ്ണിലും മരത്തിലും കണ്ണാടിയിലും തുല്യമായി പതിക്കുന്നു. എന്നാൽ കണ്ണാടിയിൽ പതിച്ച സൂര്യപ്രകാശം ഇരട്ടിയായി പ്രതിഫലിക്കപ്പെടുന്നത് പോലെ എല്ലാ മനുഷ്യനിലും ഈശ്വരനുണ്ട്. ആ ഈശ്വരനെ പ്രതിഫലിപ്പിക്കുവാൻ രാമന് കഴിഞ്ഞതുകൊണ്ട് രാമൻ മരിക്കുന്നില്ല, കൃഷ്ണൻ മരിക്കുന്നില്ല. ഇന്നും നമുക്കൊപ്പം വഴികാട്ടികളായി നമുക്കൊപ്പം സഞ്ചരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും രാമായണ ആശംസകൾ, രാമായണ ദിനാശംസകളൊപ്പം വളരെ മനോഹരമായി പാരായണം ചെയ്ത പത്തനംതിട്ട ജില്ലയുടെ
പാരായണം ചെയ്തവർക്കും പ്രഭാഷകയ്ക്കും ഏറ്റവും നല്ല അഭിനന്ദനങ്ങൾ. ഒരവസരം കൂടി നിങ്ങൾക്കുണ്ട്. എന്തായാലും ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം.